ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. പല്ലിലെ വിടവ് ആർക്കും തന്നെ ഇഷ്ടമല്ല അല്ലെ? മറ്റുള്ളവരുടെ മുമ്പിൽ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ ചില ഫംഗ്ഷനുകൾ അറ്റൻഡ് ചെയ്യാൻ ഒന്ന് ചിരിക്കാൻ പോലും പലരുടെയും കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒന്നാണ്. എസ്പെഷ്യലി ഫ്രണ്ട് പല്ലുകളിൽ വരുന്ന ഗ്യാപ്പ്, ഉളിപ്പല്ലുകൾക്കിടയിൽ ഒരു എന്താ പറയുക സ്പേസ് പ്രത്യക്ഷപ്പെടുന്നു, പല്ലിലെ വിടവെന്ന് പറയുന്നു. അപ്പം അത് പലർക്കും അഭംഗിയായിട്ട് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ പോലും വളരെയധികം കോൺഷ്യസ് ആവുകയും വളരെയധികം വിഷമം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ പല്ലിലെ വിടവിനെ സംബന്ധിച്ച് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്, അപ്പം തന്നെ മുകളിലും ടാഗ് ചെയ്യുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പം ഞാൻ ഡോക്ടർ ഷമി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഈ ഒരു കണ്ടീഷനെയാണ് പല്ലിലെ വിടവ് അല്ലെങ്കിൽ ഡയസ്റ്റിമ എന്ന് പറയുന്നത്. നമ്മൾ മെഡിക്കലി പറയുന്ന ഒരു പേരാണ് ഡയസ്റ്റിമ. അപ്പോൾ എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പല കാരണങ്ങൾ കൊണ്ടാണ് പല്ലിലെ വിടവ് സംഭവിക്കുന്നത്. ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇതിനെപ്പറ്റി ഒരു വേഗമായിട്ടുള്ള ഒരു പെരിഫറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് ആണ് പറയുന്നത്. കാരണം നമ്മൾ ഇതിനെപ്പറ്റി ഓരോ റീസൺസും എണ്ണി പറഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് വീണ്ടും റിപ്പീറ്റ് ആക്കാത്തത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയാം. ഒന്ന് പ്രധാനപ്പെട്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലും അണപ്പല്ലുകളോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും അണപ്പല്ലായിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയ അണപ്പല്ലുകളോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എന്തെങ്കിലും കേടുകൊണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് എടുത്തു എന്ന് കരുതുക. അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്രാക്ചർ വന്നിട്ടോ എന്തെങ്കിലും ഒരു കാരണം ആയിക്കോട്ടെ, നിങ്ങളത് എടുത്ത് കളഞ്ഞു എന്ന് കരുതുക. എടുത്തു കളഞ്ഞു, പക്ഷെ നിങ്ങൾ ആ സ്പേസിൽ പല്ല് വെച്ചിട്ടില്ല എന്ന് കരുതുക. അപ്പോൾ ഇവിടെ ഒരു അണപ്പല്ലെടുത്തു, അവിടെ പല്ല് വെച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്പേസിൽ നമ്മുടെ ബോഡിക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവും, ആ സ്പേസിലോട്ട് തൊട്ടടുത്ത പല്ലുകൾ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാവും. അതൊരു നോർമൽ ആയിട്ടുള്ളൊരു പ്രതിഭാസമാണ് അല്ലേ? അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് തൊട്ടടുത്തുള്ള പല്ലുകൾ ആ സ്പേസിലോട്ട് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള പല്ലുകൾ എന്ത് ചെയ്യും? ഈ ഏരിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു ഒട്ടിയിരിക്കുന്ന പല്ലായിരിക്കും, ചേർന്നിരുന്ന പല്ലായിരിക്കും. പക്ഷേ ഈ ഉള്ളിപ്പല്ല് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇവിടുന്ന് പല്ലിങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ സ്പേസ് പ്രത്യക്ഷപ്പെടുന്നു. ചിലപ്പോൾ ആളുകൾക്ക് രണ്ട് സൈഡിലും പല്ലെടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ രണ്ട് സൈഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്യും, കൂടുതൽ സ്പേസ് ഇവിടെ പ്രത്യക്ഷപ്പെടും. നമ്മൾ ക്ലിനിക്കുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വരുന്ന പേഷ്യൻസിൽ ഏറ്റവും കൂടുതൽ ഡയസ്റ്റിമ കേസസുകൾ ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള കുറേ പേഷ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാരണമാണ് കാണാറുള്ളത്. ഇത് മാത്രമല്ല ഡയസ്റ്റിമയുടെ പ്രശ്നം അല്ലെങ്കിൽ പല്ലിലെ വിടവ് ഉണ്ടാകുന്നത് ഈ ഒറ്റ കാരണം കൊണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ജന്മന ഇങ്ങനെ ഒരു പല്ലിലെ വിടവില്ലാത്ത നല്ല രീതിയിൽ നിരയുണ്ടായിരുന്ന പല്ലുകൾ പിന്നീട് ഇതുപോലെ പല്ലിലെ വിടവ് പ്രത്യക്ഷപ്പെടുന്നതിനുള്ള കാരണമാണ് പറയുന്നത്. കാരണം നമുക്ക് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഒരു പല്ലിലെ വിടവ് ഉണ്ടെങ്കിൽ പലരും അതുമായിട്ട് യൂസ്ഡ് ആയിരിക്കും. അത്രയും വലിയ അതിനെപ്പറ്റി കോൺഷ്യസ് ആകുകയോ അല്ലെങ്കിൽ അതൊരു കുറവായിട്ടോ എല്ലാവരും ഒന്നും അങ്ങനെ പോകത്തില്ല. അവരതുമായിട്ട് ശീലമായിട്ട് പോയിട്ടുണ്ടാവും. മറ്റുള്ളവരും അവരുടെ മുഖം അങ്ങനെ കണ്ടു ഓക്കെയാണ്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് സൈക്കോളജിക്കലി ഒരു വല്ലാത്ത ഡിപ്രഷനിലോട്ടൊക്കെ പോകുന്ന ആളുകൾ എന്ന് വെച്ചാൽ അവർക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു, നല്ല രീതിയിലുള്ള പല്ലായിരുന്നു. പക്ഷെ പിന്നീട് പെട്ടെന്നൊരു ദിവസം തൊട്ട് അവർ നോട്ട് ചെയ്യുന്നു അവർക്ക് നല്ല രീതിയിൽ പല്ലിലെ വിടവുണ്ട്. അവരെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് കാണുന്നവർ പറയുന്നു, അയ്യോ പല്ലിൽ വിടവ് വന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ആളുകൾ കൂടുതൽ ഡൗൺ ആയി കാണുന്നത്. അതായത് പിന്നീട് അക്വേർഡായിട്ട് വരുന്ന ഇങ്ങനത്തെ പല്ലിലെ വിടവിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ നമ്മൾ പല്ലെടുക്കുക അല്ലെങ്കിൽ പല്ല് കൊഴിഞ്ഞു പോവുക, അങ്ങനെ പല്ല് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആ സ്പേസ് വെപ്പുപല്ല് വെച്ച് നമ്മൾ നികത്താതെ അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് വിടുന്നു. പക്ഷേ ആ സ്പേസിലോട്ട് തൊട്ടടുത്ത പല്ലുകൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ പല്ലുകളിൽ സ്പേസിങ്ങും അതുപോലെ തന്നെ ഡയസ്റ്റിമയൊക്കെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്പേസ് ഇപ്പോൾ പൂർണ്ണമായിട്ട് അടഞ്ഞിട്ടില്ല, ഒരു ക്യാപ്പ് വെക്കാനുള്ള അല്ലെങ്കിൽ ഒരു പല്ല് വെക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ ആ പല്ലിൽ അവിടെ സ്പേസ് അടയ്ക്കുന്നതിന് വേണ്ടി പല്ല് വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ചെറിയ രീതിയിലൊക്കെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പല രീതിയിൽ അത് പരിഹരിക്കാം. നമുക്ക് മുമ്പ് വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ കോമ്പോസിറ്റ് ഫില്ലിംഗ് ഉപയോഗിച്ച് ചെയ്യാം, വെനീറിങ് ചെയ്യാം, ക്രൗണുകൾ ചെയ്യാം. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, കാരണം വെനീറിനെ പറ്റി നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ക്രൗണിനെ പറ്റി ചെയ്തിട്ടുണ്ട്, കോമ്പോസിറ്റ് റെസ്റ്റോറേഷനെ പറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയിലും ഓരോ മെഡിക്കൽ ടീമും വിശദീകരിച്ചാൽ ഒരുപാട് നീളമായി പോകും വീഡിയോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഓക്കെ, അപ്പോൾ ഈ 3 ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഈ ചെറിയ രീതിയിലുള്ള വിടവ്. അപ്പോൾ ഒരു കാരണം അതിൻ്റെ പരിഹാരം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി മറ്റൊരു റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീഡത്തിൻ്റെ അറ്റാച്ച്മെൻറ്റാണ്. ഫ്രീഡം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചുണ്ടും അതുപോലെ തന്നെ മോണയിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു ചെറിയൊരു അറ്റാച്ച്മെൻ്റ് ആണ് ഫ്രീഡം. അപ്പോൾ ഞാൻ ഈ പിക്ചർ അത് കാണിക്കാം ഫ്രീഡത്തിൻ്റെ. നിങ്ങൾക്ക് അറിയാം നമുക്ക് മുകളിലും താഴെയൊക്കെ ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഇതാണ് ഫ്രീഡം അറ്റാച്ച്മെൻറ്റ്. ഇത് യൂഷ്വലി നിങ്ങൾക്കറിയാം നമ്മുടെ പല്ലുകൾക്ക് തൊട്ട് താഴെ മുകളിലത്തെ പല്ലാണെങ്കിൽ തൊട്ട് താഴെയായിട്ട് പല്ലും മോണയും കൂടെ ചേരുന്ന ഒരു ഭാഗത്തിൻ്റെ ആ ഒരു ഏരിയയിലായിട്ടാണ് അതിന് നോർമലി കൂടുതലും ആളുകൾക്ക് അറ്റാച്ച്മെൻറ്റ് വരുന്നത്.
പക്ഷെ ചില ആളുകൾക്ക് അത് ഒരുപാട് താഴെയോ അല്ലെങ്കിൽ പല്ലുകൾക്കിടയിലോ ഒക്കെ പല രീതിയിൽ വേരിയേഷൻ വന്ന് അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് മാറാറുണ്ട് ജന്മന. അപ്പം ചില ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു, ഈ ദശയുടെ അറ്റാച്ച്മെൻറ്റ് രണ്ട് പല്ലുകൾക്ക് ഇടയിലായി മാറുന്നു. അങ്ങനെ ഇടയിൽ ഇങ്ങനെ ദശ വരുമ്പോൾ അല്ലെങ്കിൽ ഫ്രീഡം അറ്റാച്ച്മെൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഒബ്സ്ട്രക്ഷനാണ്, അല്ലെ, ഒരു തടസ്സമാണ്. ആ രണ്ട് പല്ലുകൾക്ക് ചേർന്നിരിക്കാൻ പറ്റത്തില്ല, കാരണം അതിൻ്റെ ഇടയ്ക്ക് ദശയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഫ്രീനെക്ടമിയാണ്. ആ ഫ്രീനം കട്ട് ചെയ്ത് കളയുക. അത് വലിയ പേടിക്കേണ്ട ഒരു പ്രൊസീജിയറൊന്നും അല്ല, നിമിഷ നേരം കൊണ്ട് ചെയ്ത് തീർക്കുന്നതാണ്. അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്രീനം കട്ട് ചെയ്യുന്നതുകൊണ്ട്. നിങ്ങൾക്കത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ദശ അവിടുത്തെ ഒബ്സ്ട്രക്ഷൻ മാറും. പിന്നെ അതിനെ നമ്മളൊന്ന് ചെറിയൊരു രീതിയിലുള്ള ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് നേരെയാക്കാം. മൊത്തത്തിലുള്ള ചുറ്റുകമ്പി ഒന്നും ഇടണമെന്ന് വരത്തില്ല. ചെറിയ രീതിയിലുള്ള സ്പ്രിങ്ങുകൾ, ചെറിയ രീതിയിൽ ഇത്രയും ഏരിയ മാത്രം ഇടുന്ന ഫിക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിമൂവബിൾ ആയിട്ടുള്ള ഒക്കെ ഓർത്തോഡോണ്ടിക് വയേഴ്സും ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നേരെയാക്കാൻ പറ്റും. പക്ഷേ ഇത് ഫ്രീനെക്ടമി ചെയ്യാതെ, അതായത് ആ ഫ്രീനം കട്ട് ചെയ്യാതെ നിങ്ങൾ ഈ ഓർത്തോ ട്രീറ്റ്മെൻറ്റ് എടുത്താലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല. കാരണം എത്ര നിങ്ങൾ അതിനെ അടുപ്പിക്കാൻ ശ്രമിച്ചാലും നടുക്കാ ദശയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫ്രീനെക്ടമി ചെയ്യുക, എന്നിട്ട് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. ഇനി ചില ആളുകൾക്ക് പല്ല് എടുത്തിട്ടില്ല, അവർക്ക് ദശ ഫ്രീണത്തിൻ്റെ അറ്റാച്ച്മെൻറ്റും കുഴപ്പമൊന്നുമില്ല, പല്ലിൻ്റെ സൈസ് കൊണ്ടോ അല്ലെങ്കിൽ ജനറ്റിക്കലി അങ്ങനെ ആയി വന്നത് കൊണ്ടോ ഈ നാച്ചുറലായിട്ട് കുറച്ച് സ്പേസ് അവർക്ക് കാണാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആയിട്ട് സ്പേസിങ് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് വളരെ ഭയങ്കര ഒരു വലിയൊരു സ്പേസിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഫില്ലിങ് കൊണ്ട് മതിയാവും. അതായത് രണ്ട് പല്ലുകൾക്കിടയിലും ചെറിയ ചെറിയ രീതിയിൽ കോമ്പോസിറ്റ് ഫില്ല് ചെയ്ത് വിടുക. ഒറ്റ പല്ലിൽ തന്നെ നമ്മൾ ഒരുപാട് ഫില്ല് ചെയ്യത്തില്ല, കാരണം അവിടെ ഒരു വലിയൊരു സൈസ് വ്യത്യാസം വരും. ഒരു പല്ല് ചെറുതും ഒരു പല്ല് ഒരുപാട് വീതിയുള്ളതും ആകുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണാനൊരു അഭംഗി ആയതുകൊണ്ട് നമ്മളത് എടുത്തറിയാത്ത രീതിയിൽ അടുത്ത ഈ രണ്ട് പല്ലുകൾക്കും ഈക്വലിയാണ് നമ്മൾ കോമ്പോസിറ്റ് അല്പാൽപ്പം വെച്ച് ഫില്ല് ചെയ്ത് അതിൻ്റെ സൈസ് അടയ്ക്കുന്നത്. ആ ഒരു സ്പേസിങ്ങിൻ്റെ സ്പേസ് നമ്മൾ അടച്ചടച്ചു വിടുന്നത് അങ്ങനെയാണ്. അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, നമുക്ക് കോമ്പോസിറ്റ് ഒക്കെ ചെയ്യുന്നതിന് വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്പേസിങ്ങിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം നല്ല രീതിയിലുള്ളൊരു വൈഡനിങ് സ്പേസ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോമ്പോസിറ്റ് എത്രയെന്ന് വെച്ച് നമ്മൾ ഇങ്ങനെ സിമൻറ്റ് വെച്ച് അടയ്ക്കും, കാരണം അതൊരു അഭംഗിയാകത്തില്ലേ. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പറയും വെനീറിങ് ചെയ്യുക, ഇല്ലെങ്കിൽ ക്രൗൺ ചെയ്യുക. വെനീറിങ് എന്ന് പറയുമ്പോൾ ടൂത്ത് പ്രിപ്പറേഷൻ വളരെ കുറച്ച് മതി, ഫ്രണ്ടിലാണ് അതിൻ്റെ കവറിങ് വരുന്നത്. അകത്ത് നമ്മളധികം ക്രൗൺ പ്രിപ്പറേഷനോ കാര്യങ്ങളൊന്നും വേണ്ടി വരുന്നില്ല. ഫ്രണ്ടിൽ ഒരു ക്രൗൺ പോലെ എന്നുള്ള രീതിയിലാണ് വെനീറിങ് വരുന്നത്. അതേസമയം ഫുൾ ക്രൗൺ ആണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പല്ല് ചെറുതാക്കിയിട്ട് മൊത്തത്തിലൊരു ക്യാപ്പ് പോലെയാണ് ഫുൾ ക്രൗൺ വരുന്നത്. ഇതൊക്കെ പല്ലിൻ്റെ അതേ കളർ മെറ്റീരിയൽസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ആ സ്പേസ് അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇനി പല്ല് അടയ്ക്കുന്ന ഈ സെയിം പല്ലിൻ്റെ അതേ കളർ മെറ്റീരിയൽ തന്നെ പല ക്വാളിറ്റിയിലുള്ളത് വരുന്നുണ്ടാവും. സെറാമിക് ഉണ്ടാവും, സിർക്കോണിയം ഉണ്ടാവും, അത് തന്നെ മെറ്റൽ സെറാമിക് ഉണ്ട്, അതുപോലെ ഓൾ സെറാമിക് ഉണ്ടാവും, പലതുണ്ട്. അതായത് അകത്ത് മെറ്റലും പുറമെ സെറാമിക്കും വരുന്ന ടൈപ്പിലെ ക്രൗണുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഫുൾ സെറാമിക് തന്നെ വരുന്നതുണ്ടാവും, സിർക്കോണിയം വരുന്നതുണ്ടാവും, അല്ലെങ്കിൽ പല്ലുകളുടെ നാക്കിൻ്റെ സർഫസ് മെറ്റൽ കളറും വെളിഭാഗത്ത് മാത്രം പല്ലിൻ്റെ കളറും വരുന്നതുണ്ടാവും. എനിവേ പുറം ഭാഗത്ത് പല്ലിൻ്റെ കളർ നിർബന്ധമാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റുകൾ പോകുന്നത്. അപ്പോൾ കാര്യം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട റീസൺസ് പല്ലെടുത്ത സ്പേസ്, അല്ലെങ്കിൽ ജന്മന ഇങ്ങനെ വരുന്ന സ്പേസിങ്, പിന്നെ അതുപോലെ തന്നെ ഫ്രീഡം അറ്റാച്ച്മെൻ്റ് ആണ് അതിനൊരു കാരണമായിട്ട് വരുന്നത്. ബാക്കി ഓരോ കാരണം ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഓരോ കാരണവും പരിഹാരവും കാണണമെങ്കിൽ ആ വീഡിയോ കാണുന്നത് നല്ലതാണ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് പ്രധാനമായിട്ടും വരുന്നത് കോമ്പോസിറ്റ് ഫില്ലിങ്, വെനീറിങ്, അതുപോലെ തന്നെ നമുക്ക് ക്രൗൺ ചെയ്യാം. ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രയറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇതാണ് ഓർത്തോഡോണ്ടിക്, പല്ല് കമ്പി ഇടുക എന്നുള്ളതാണ്. പിന്നെ ഫ്രീഡം അറ്റാച്ച്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്രീനെക്ടമി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.